ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ PM കിസാൻ സമ്മാൻ നിധി 21ാമത്തെ ഗഡു 2000 രൂപ അപേക്ഷ കൊടുത്തിട്ടുള്ള എല്ലാ കർഷകർക്കും മെയ് 30-ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ വന്നിരിക്കുന്നത്, അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യുവാൻ കർഷകർക്ക് ഒരവസരം കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രേഷൻ ആയ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നാളിതുവരെ ചെയ്യാത്ത കൃഷിഭൂമിയുള്ള എല്ലാവരും 2026 മെയ് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതാണെന്നാണ് പുതിയ അറിയിപ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കർഷകർക്കുള്ള ഈ ഒരു രജിസ്ട്രേഷൻ ID എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോടൊപ്പം അങ്ങ് പറഞ്ഞു പോകാം. ആവശ്യമായ രേഖകൾ ഈ പറയുന്നവയാണ്: ആധാർ കാർഡ്, സ്ഥലത്തിൻ്റെ കരമടച്ച രസീത്, പിന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ. ഇത്രയും രേഖകളുമായിട്ട് നിങ്ങൾ ജനസേവാ കേന്ദ്രത്തിലോ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ നിങ്ങൾക്ക് പോയി അപേക്ഷ വയ്ക്കാവുന്നതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു രജിസ്ട്രേഷൻ ID വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ അഗ്രി സ്റ്റാർ കർഷക രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അറിയുന്നതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓൺ ആക്കുക. അതിനുശേഷം ഇവിടെ www.klfr.agristack.gov.in എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതാണ്. ക്രോം ബ്രൗസറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്നും സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും ആ ഒരു വെബ്സൈറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ klfr.agristack.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ക്രോം ബ്രൗസർ ഓണാക്കിയിട്ട് സെർച്ച് ബാറിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്യുക. ഇവിടെ klfr.agristack.gov.in എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരിക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 2-3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഞാനിവിടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഈ സ്ക്രീനിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാഷ്ബോർഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തത് ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളതാണ്. പിന്നീടുള്ളത് ലോഗിൻ വിത്ത് CSSE എന്നുള്ളതാണ്. നമ്മൾ നോക്കുന്നത് കർഷക ID രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എവിടം വരെയായി എന്നുള്ളത് അറിയാനായിട്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള നടുക്കുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ കർഷക രജിസ്ട്രേഷൻ ID സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഇവിടെ 3 ഓപ്ഷനുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട്, രണ്ടാമത്തത് എൻറോൾമെൻറ്റ് രജിസ്ട്രേഷൻ ID, മൂന്നാമത്തത് ഫാർമർ ID. ഇങ്ങനെ 3 ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കർഷക രജിസ്ട്രേഷൻ ID സ്റ്റാറ്റസ് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് വളരെ എളുപ്പമുള്ളത് ആധാർ നമ്പർ കൊടുക്കുന്നതാണ്. ആധാർ നമ്പർ കൊടുത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതിനാൽ പ്രധാനപ്പെട്ട രേഖകൾ ഇവിടെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ആധാറിൻ്റെ ഒരു കോളമുണ്ട്, ഫാർമർ നെയിമിൻ്റെ ഒരു കോളമുണ്ട്. നമ്മൾ ഈ ഫാർമർ IDക്ക് വേണ്ടിയിട്ട് അപേക്ഷ വെച്ച ഡേറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഫാർമർ ID അത് പ്രോസസ്സിലാണെന്നാണ് കാണിക്കുന്നത്. പിന്നെയുള്ളത് ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെന്നാണ് കാണിക്കുന്നത്. പിന്നെ അപ്രൂവൽ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും ഫാർമേഴ്സ് ID സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാർമേഴ്സ് IDയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അക്ഷയ സെൻറ്ററിലോ കോമൺ സർവീസ് സെൻറ്ററിലോ പോയി നമുക്ക് അപേക്ഷ കൊടുക്കുകയും തിരുത്തുകയും ചെയ്യാവുന്നതാണ്. അപ്പം എത്രയും വേഗം എല്ലാവരും ഫാർമേഴ്സ് ID അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.